ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഒരു യൂസ്ഫുൾ വീഡിയോ കേട്ടോ. അതായത് നമ്മൾ ഈ കാണുന്നതാണ് വീടിൻ്റെ സിറ്റ് ഔട്ടിൻ്റെ ഫ്ലോറിൽ കുറേ പേപ്പറൊക്കെ വിരിച്ചിട്ടുണ്ട്. അതെന്താണെന്നുള്ളത് കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാവുമേ. അപ്പോൾ നമ്മളിതാ വീടിൻ്റെ ഉള്ളിലെ ഈ ബെഡ്റൂമിൽ ഈ കാണുന്ന അറ്റാച്ച്ഡ് ബാത്റൂമിൻ്റെ ടൈൽസൊക്കെ പൊളിച്ചിട്ട് പുതിയ ടൈൽ ഒട്ടിക്കണം എന്നാണ് ക്ലയൻറ്റിൻ്റെ ആവശ്യം. അപ്പോൾ അത് എങ്ങനെ ചെയ്യാമെന്നുള്ളതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ഇന്ന് ഈ വീഡിയോയിലൂടെ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ടൈലൊക്കെ പൊളിക്കുന്നതിന് മുമ്പ് ആദ്യം ആ കാണുന്ന ഫാബ്രിക്കേഷൻ്റെ ഡോർ ഇങ്ങോട്ട് ഊരിയെടുക്കണം. അത് വലിയ റിസ്ക് ഉള്ള കാര്യമൊന്നുമല്ല, സിമ്പിളാണ്. ഒരു സ്ക്രൂ ഡ്രൈവർ ഉണ്ടെങ്കിൽ ആർക്കും ഊരാൻ മാത്രമുള്ളേ. പിന്നെ നമ്മളിതാ ബാത്റൂമിൻ്റെ ഉള്ളിലേക്ക് നോക്കുകയാണെങ്കിൽ ചുമരിലൊക്കെ പഴയ ചെറിയ ടൈൽസൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ഇതിൻ്റെ താഴ്ഭാഗത്ത് ഒരു സാധാ ക്ലോസറ്റ് ഒരു സ്റ്റെപ്പിലാക്കി വെച്ചതും ഇവിടെ കാണാൻ കഴിയും. പിന്നെ ഇതിൻ്റെ മുകളിൽ ഇതാ ഈ കാണുന്ന ചെറിയ അട്ടെന്ന് പറഞ്ഞാൽ അപ്പുറത്തെ റൂമിൻ്റെ ഒരു ബാത്റൂം കേട്ടോ. അതായത് ഒരു ലൈനിൽ 2 ബാത്റൂം ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ ഈ കാണുന്നതാണ് നമ്മളെ ബെഡ്റൂമിൻ്റെ മെയിൻ പ്രത്യേകത പറഞ്ഞിട്ടാണെങ്കിൽ ആ മൂലയിൽ കാണുന്ന ഒരു അൾമാര കേട്ടോ, അത് വേറെ ലെവലാണ്. അപ്പോൾ നമ്മളിതാ ഈ ടൈൽസ് പൊളിക്കണ ഈ ബാത്റൂം എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഒരു കുഴപ്പം ഈ ബാത്റൂമിനില്ല. അതായത് 10-25 കൊല്ലം മുമ്പ് പണി കഴിഞ്ഞ ഒരു ബാത്റൂമൊക്കെ ആയതുകൊണ്ട് തന്നെ ഇന്നത്തെ കാലത്ത് ആ ടൈൽസിന് മോഡലില്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ ബാത്റൂം ഇപ്പോൾ പൊളിച്ച് ഒഴിവാക്കണത്. അപ്പം ഇതുപോലെ ഒരുപാട് ആളുകളെ ഒരുപാട് വീടുകളിൽ പൊളിക്കുന്നത് നമുക്കിവിടെ കാണാൻ കഴിയും. അങ്ങനത്തെ ആളുകൾക്ക് എന്താ പറയാനുള്ള വെച്ചാൽ നമ്മളിങ്ങനെ പൊളിക്കുമ്പം ആൾതാമസമുള്ള വീട്ടിൻ്റെ ഉള്ളിലൊക്കെ ഇതുപോലത്തെ റിനോവേഷൻ്റെ വർക്ക് ചെയ്യുമ്പം നമ്മളെ ഫ്ലോറിൽ അതുപോലെ വീടിൻ്റെ ഉള്ളിലൊക്കെ ഒരുപാട് പൊടി പാറും. പിന്നെ സാമ്പത്തിക നഷ്ടങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ ആദ്യമേ കണ്ടിട്ട് മാത്രമേ ഇങ്ങനത്തെ വർക്ക് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ച് റിസ്ക് എടുത്തിട്ടായാലും വാൾ ടൈലൊക്കെ ഫുള്ള് പൊളിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിൻ്റെ അടിയത്തെ ടൈൽസൊക്കെ പൊളിക്കണൊക്കെ ഇവിടെ കാണാൻ കഴിയും. കുറച്ച് റിസ്ക്കാണ്, കാരണം പഴയ കാലത്തെ പൂയിലൊക്കെ ചെയ്ത പണി ആയതുകൊണ്ടും നല്ല ഒരു 2-3 ഇഞ്ച് കനത്തിലെ കോൺക്രീറ്റൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അതാ കുറച്ച് റിസ്ക് എടുത്തിട്ടാണ് പൊളിക്കുന്നത്. അപ്പം ഇങ്ങനത്തെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കാരണം ഈ ടൈൽസിൻ്റെ പീസൊക്കെ കാൽമക്ക് തെറിക്കും. പിന്നെ ചില ആൾക്കാരൊക്കെ വിചാരിക്കും ഈ വാൾ ടൈലൊക്കെ പൊളിക്കുന്ന സമയത്ത് ടൈല് മാത്രം പൊളിഞ്ഞു പോരുന്നു. ഒരിക്കലും ടൈൽസ് മാത്രം പൊളിഞ്ഞു പോരില്ല, അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ തേപ്പും പൊളിഞ്ഞു വരും. ഇപ്പോൾ കണ്ടോ, ഈ സൈറ്റിൽ ഇപ്പോൾ തേപ്പൊക്കെ പൊളിച്ച സമയത്ത് ഒരുപാട്, അതായത് ഇളം കല്ലുകൊണ്ട് പടുത്ത ബാത്റൂം ആയതുകൊണ്ട് കുറച്ച് കല്ലൊക്കെ പൊടിഞ്ഞു പോന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ആദ്യമേ കണ്ടെക്കണം, അതിൻ്റെ പ്രശ്നം പൈസയൊക്കെ. പിന്നെ ഇതാ നമ്മളെ ഈ ബാത്റൂമിൻ്റെ ഉള്ളിൽ നിന്ന് റൂമിലേക്ക് വെള്ളം വരാതാക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ബണ്ടുണ്ട്, 3 ഇഞ്ചിൻ്റെ. ആ ബണ്ടാണ് ഇപ്പോൾ പൊളിക്കുന്നത്. അപ്പോൾ കേട്ടോ, മൊത്തത്തിൽ പൊളിച്ചടക്കിയിട്ട് പുതിയൊരു ബാത്റൂം സെറ്റാക്കാനുള്ള പരിപാടി കേട്ടോ. അപ്പോൾ നമ്മളെ വർക്ക് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഏകദേശം എന്താ ടൈൽസൊക്കെ ഫുള്ളായിട്ട് പൊളിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ പ്ലംബിംഗ് എന്ന് പറഞ്ഞാൽ പഴയ കാലത്തെ 6 ഇഞ്ചിൻ്റെ പൈപ്പ് കേട്ടോ. അത് നമുക്കൊരു റെഡ്യൂസറൊക്കെ കൊടുത്തുകൊണ്ട് സെറ്റപ്പാക്കാൻ മാത്രമേ ഉള്ളൂ. പിന്നെ കുറേ പൊളിഞ്ഞ് പോന്നിട്ടുണ്ട്. ഈ തേപ്പ് പൊളിഞ്ഞപ്പോൾ കണ്ടോ, അപ്പുറത്തെ റൂമിൻ്റെ നമ്മൾ ആ സീലിംഗ്, അതായത് ഇതിൻ്റെ ഈ അട്ടത്തിൻ്റെ കോൺക്രീറ്റ് കുറച്ച് പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതൊക്കെ കട്ട് ചെയ്യണം. ഈ ഇളങ്കല്ലായതുകൊണ്ട് കുറേ ഏരിയയിൽ കുറേ പൊളിഞ്ഞ് പോന്നിട്ടുണ്ട്. അതൊക്കെ സെറ്റാക്കണേ. അപ്പോൾ അത് എങ്ങനെയാണെന്നല്ലേ കാണിച്ചു തരാം. അപ്പോൾ നമ്മളെ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ വൈകുന്നേരം 5 മണി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്താ ചെയ്താൽ അറിയോ, ഇനിയിപ്പോൾ നാളെയാണ് തേക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങളിതാ ഫുള്ളായിട്ട് ഇവിടെ സിമെൻറ്റ്, വലിയ ഗ്യാപ്പിലൊക്കെ സിമെൻറ്റ് കറക്റ്റായിട്ട് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ സിമെൻറ്റ് പിടിപ്പിച്ച് വെച്ചാൽ നമുക്കെന്താണ് നാളെ തേക്കുമ്പം ഒരു സുഖം ഉണ്ടാവുക. അപ്പോൾ കണ്ടില്ലേ, ഫുൾ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മളെ അടുത്ത വർക്ക് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ തേക്കലാണ്. നിങ്ങൾക്ക് അവിടെ തേക്കണത് കാണാൻ കഴിയും. അപ്പം ചില ആൾക്കാരൊക്കെ ഒരു വിചാരം ഉണ്ടാവും ഈ ടൈൽസൊക്കെ പൊളിക്കുമ്പം പെട്ടെന്ന് ടൈൽസ് മാത്രം കിട്ടുന്നുള്ളത്. അപ്പോൾ ഈ ടൈൽസ് പൊളിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ ചുമരുമ്പുന്ന തേപ്പിനെ കയറി വരും. ഇപ്പോൾ പ്രത്യേകം ഇങ്ങനെ ചെയ്യിപ്പിക്കുന്ന ആൾക്കാർ എന്തായാലും എന്ത് ചെയ്യുക, ആ തേപ്പടക്കം. കാരണം ഇവിടെ ഞങ്ങൾ ആ ലിൻഡൽ ഹൈറ്റ് വരെ കറക്റ്റ് ഗ്രൈൻഡർ വെച്ചിട്ട് വരച്ചുകൊണ്ട് അതിൻ്റെ തേപ്പും ടൈൽസൊക്കെയാണ് പൊളിച്ചിട്ടുള്ളത്. അതുപോലെ പിന്നെ ഇവിടെ തേക്കുക എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ കണ്ടോ, തേക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ കറക്റ്റ് കോലിന് കറക്റ്റാക്കി തേച്ചാൽ മതി, തൂക്കൊണ്ടൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഞങ്ങളിതാ ഇവിടെ പിന്നെ ക്ലൈൻറ്റ് കുറച്ച് നേക്ക് കൂടുതലുള്ള ആളായതുകൊണ്ട് നമ്മൾ തൂക്കൊണ്ടൊക്കെ ഉപയോഗിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കണ്ടോ, അത്രയൊക്കെ പരിപാടികൾ മാത്രം ശ്രദ്ധിക്കുക. പിന്നെ മെയിൻ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ വീടിൻ്റെ ഉള്ളിലെ ഫ്ലോറിലൊക്കെ ചളിയൊക്കെ ആവും. അത് മാത്രമല്ല, പിന്നെ അവിടെ പേപ്പറും സീലൊക്കെ ഇടേണ്ടി വരും കേട്ടോ. അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ ഞങ്ങളിതാ തേപ്പ് 2ാമത്തെ ദിവസം തേപ്പ് കഴിഞ്ഞിട്ടുണ്ട്. തേപ്പ് എന്ന് പറഞ്ഞാൽ ചെറിയ ചുമരലുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്നലെ പൊളിച്ച കുറച്ച് ചുമരിൻ്റെ ചണ്ടിയാണ് കാണുന്നത്. കണ്ടോ, ടൈൽസ്, ക്ലോസറ്റ്, ചുമര്, തേപ്പ് എല്ലാം പാടെ കോൺക്രീറ്റിനൊക്കെ പീസാണ് കാണുന്നത്. ഒരു നിസാൻ്റെ ലോഡുണ്ടത്. അപ്പോൾ അതൊക്കെ ആദ്യമേ കണ്ടറിഞ്ഞിട്ട് വേണം ഇങ്ങനത്തെ പണിക്കൊക്കെ നിൽക്കാൻ. പിന്നെ ഇത് കൊണ്ടുപോയിക്കാണ്ട് നമുക്ക് നേരെ പറമ്പിലൊന്നും ഇടാൻ പറ്റില്ല, കാരണം കാലിലൊക്കെ കുത്തും. അത് മാത്രമല്ല, അത് ദ്രവിച്ച് പോവില്ല. അപ്പം ക്ലൈൻറ്റ് ഇത് പ്രത്യേകം വേറെ സ്ഥലത്ത് കൊണ്ടുപോയിടാനുള്ള ഓർഡർ കേട്ടോ.
അപ്പോൾ ഞങ്ങളിതാ ഒരു ഉന്തുവണ്ടിയിൽ ഇങ്ങനെ കൊണ്ടുപോയിടുകയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കണക്ക് കൂട്ടിയില്ലെങ്കിൽ നമ്മളെ പണി വാളും. പിന്നെ ഇതാ ഇനി അടുത്ത പണി എന്ന് പറഞ്ഞേക്കാണെങ്കിൽ ക്ലോസറ്റിൻ്റെ പൈപ്പ് എന്ന് പറഞ്ഞേക്കാണെങ്കിൽ പഴയ PVC ഒന്നുമല്ല, മണ്ണിൻ്റെ പൈപ്പ് കേട്ടോ. ഈ മണ്ണിൻ്റെ പൈപ്പുള്ള വീടുകളിലൊക്കെ ശ്രദ്ധിക്കണം. കാരണം വേര് ഇറങ്ങിയിട്ട് ഒരുപാട് വീടുകളിൽ ഇതുപോലെ ബ്ലോക്കൊക്കെ വരാറുണ്ട്. അപ്പം നമുക്ക് ഫുള്ള് പൊട്ടിച്ച് ഒഴിവാക്കാൻ പറ്റില്ല. എന്താണെന്നറിയോ, അതിൽ ജോയിൻറ്റ് ചെയ്യാനുള്ളതാണ്. കാരണം ആ ലൈനിൽ നേരെ അപ്പുറത്തെ റൂമിൽ വേറെ ബാത്റൂം ഉണ്ട്. ഇത് ലാസ്റ്റ് ബാത്റൂം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മൊത്തമായിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റുമായിരുന്നു, പക്ഷേ ഇവിടെ പറ്റൂല. അപ്പോൾ നമ്മളിതാ അതിൻ്റെ ഒരു ട്രാപ്പ് കണ്ടില്ല, സിമെൻറ്റിൽ ഉറപ്പിച്ചിട്ടുള്ള പഴയ സെറാമിക്കിൻ്റെ ട്രാപ്പാണ് അപ്പോൾ എടുക്കുന്നത്. പ്ലംബിങ്ങുകാർക്കൊന്ന് സുഖം ഉണ്ടായിക്കോട്ടെ വെച്ചിട്ടാണ് അങ്ങനെ ചെയ്യണത്. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ മാത്രമല്ല ആ പൈപ്പൊക്കെ തച്ച് പൊട്ടിച്ചിട്ടാൽ അതിൻ്റെ തുഞ്ചം പിന്നെ കാണൂല. ഇപ്പം നമ്മളെ വർക്ക് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ കണ്ടോ, ആ പൈപ്പൊക്കെ കറക്റ്റ് മുറിച്ച്, ഇത് സാധാ മണ്ണിൻ്റെ പൈപ്പ് അല്ലേ, മണ്ണിൻ്റെ പൈപ്പ്. അതേപോലെ അതിൻ്റെ മുകളിൽ വേസ്റ്റ് ട്രാപ്പിൻ്റെ പൈപ്പ്. 38 കൊല്ലമായ വീടിൻ്റെ തറൻ്റെ ഉള്ളത്തെ പോയ മണ്ണിൻ്റെ പൈപ്പാണത്. അതേപോലെ ഇതാ ഈ കാണുന്നതൊക്കെ കരിങ്കല്ല കേട്ടോ, പെരൻ്റെ കരിങ്കല്ലാണ് കാണുന്നത് തറ. അപ്പം അതായത് നമുക്ക് ഈ ലൈന് മാറ്റാൻ പറ്റൂല. കാരണം എന്താ വെച്ചാൽ ബാത്റൂമിൻ്റെ അപ്പുറം സൈഡിൽ അടുത്ത ബാത്റൂം ഉണ്ട്, പെരൻ്റെ പുറം സൈഡല്ലൊക്കെ കാണാൻ കഴിയാണ്ട് ആട്ടം. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ വേണ്ടിയ പണി എന്താ വെച്ചാൽ ആ പൈപ്പൊക്കെ ഇതാ ഈ സൈഡിൽ നിന്നാണ് വെക്കണമെന്നുണ്ടെങ്കിൽ യൂറോപ്പിനാണെങ്കിൽ ഒരു ബെൻഡിട്ട് വെക്കുക. ബെൻഡിട്ട് കോൺക്രീറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ടൈലൊട്ടിക്കുക. ഇതിൽ കണ്ട് കയറ്റി വെച്ചാൽ കേട്ടോ. ഇനി നമുക്ക് ഈ ഫ്ലോർ താത്താനും പറ്റൂല. കാരണം എന്താ വെച്ചാൽ ഈ പൈപ്പ് തന്നെ കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം ഇതിൻ്റെ അപ്പുറത്ത് വേറെ ബാത്റൂം ഉണ്ട്. അപ്പോൾ അത് സെറ്റായില്ലേ? ഇനി മനസ്സിലായില്ല എന്ന് ആരും പറയരുത്. കാര്യം മനസ്സിലായി, എല്ലാവരും മനസ്സിലായിട്ടോ. ഇപ്പം നമ്മളെ വർക്ക് ഇതാ തേപ്പ് കഴിഞ്ഞിട്ടുണ്ട്. തേപ്പ് കഴിഞ്ഞതിന് ശേഷം പ്ലംബിങ്ങുകാരെ ഇതിൻ്റെ പ്ലംബിങ് വർക്ക് തീർത്തിട്ടുണ്ട്. ഇവിടെ കാണാൻ കഴിയും ആദ്യത്തെ ഈ ബാത്റൂമിൻ്റെ വേസ്റ്റ് ട്രാപ്പ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ നമ്മളെ കടക്കണ ഏരിയ തന്നെ അതിന് വേസ്റ്റ് ട്രാപ്പ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പം ആ സൈഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരു എൽബോ കൊടുത്തിട്ട് ഇതാ ഒരു മൂലയിലേക്ക് മാറ്റിയത് കാണാൻ കഴിയും. പിന്നെ അതുപോലെ ഇതാ ഒരു തേപ്പൊക്കെ ഫുൾ സെറ്റാണ്. പിന്നെ നമ്മളേ ഈ യൂറോപ്യൻ ക്ലോസറ്റ് വെക്കാൻ വേണ്ടി ഒരു ബെൻഡ് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ആ മൂലയിലൊക്കെ കാണുന്നത് എന്ന് പറഞ്ഞാൽ കരിങ്കല്ലാണ്, വീടിൻ്റെ തറ കേട്ടോ. അപ്പം ഈ കരിങ്കല്ല് തറ കൊണ്ട് കെട്ടിക്കഴിഞ്ഞാൽ, തറക്ക് കരിങ്കല്ല് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ബാത്റൂമിലൊക്കെ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇപ്പോൾ ഈ ബാത്റൂമിന് വെള്ളം റൂമിലേക്ക് പോവാതാക്കാൻ പ്രത്യേകം ഒരു സ്റ്റെപ്പ് കെട്ടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അത് നമുക്കൊരു ചെങ്കല്ലൊക്കെ മെഷീൻ കല്ലുകൊണ്ടൊക്കെ കെട്ടിയ തറ ആണെന്നുണ്ടെങ്കിൽ കറക്റ്റ് അത് പൊട്ടിച്ച് കണ്ട് നമുക്ക് എന്ത് ചെയ്യുക, ആ വെള്ളം കയറാതെ തന്നെ ഒരു സ്റ്റെപ്പ് ഇടാതെ തന്നെ ബാത്റൂം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇവിടെ കരിങ്കല്ലായതുകൊണ്ട് നമുക്കൊരു അഡ്ജസ്റ്റ്മെൻറ്റ് നടക്കില്ല. പിന്നെ ഈ ബാത്റൂമിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ ഇവിടെ ഇറക്കിയിട്ടുണ്ട്, അത് കാണിച്ചു തരാം. അപ്പം മുറ്റത്ത് നേരെ നോക്കുകയാണെങ്കിൽ ആ കാണുന്നതാണ് നമ്മളെ പീസാൻഡ്. അതായത് 25 ഫൂട്ട് ഒരു ആപ്പൊക്കെ ഇറക്കിയത് കേട്ടോ. അതിൽ നിന്ന് കുറച്ച് തേക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. പിന്നെ നേരെ കാണുന്നത് എംസാൻഡ്, അതും 25 ഫൂട്ട്. അതിൻ്റെ അടുത്ത് തന്നെ ഇവിടെ കുറച്ച് കോൺക്രീറ്റ് കൂട്ടി വെച്ചിട്ടുണ്ട്, അത് നമുക്ക് അടിയിലിടാനുള്ള കേട്ടോ. പിന്നെ അതാ ആ കാണുന്ന മൂലയിൽ ഒരു 25 ഫൂട്ട് മെറ്റലും. പിന്നെ നമുക്കിതാ ഈ ബാത്റൂമിലത്തെ വെള്ളം ഈ റൂമിലേക്ക് വരാതാക്കാൻ വേണ്ടിയിട്ട് ഈ ഫ്ലോറിൽ ഒരു സ്റ്റെപ്പ് വെക്കണം. അപ്പോൾ ഈ സ്റ്റെപ്പ് മുന്നേ ആദ്യം ഇവിടെ ചെറിയൊരു സ്റ്റെപ്പായിരുന്നു. അപ്പോൾ നമുക്ക് ഒരു 8 ഇഞ്ചിൻ്റെ വീതിയിൽ വെക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളിതാ ആദ്യം ആ ഫ്ലോറിൽ ഒരു ഗ്രൈൻഡ് ചെയ്തിട്ട് സിമെൻറ്റിൻ്റെ ഗ്രൗട്ടൊക്കെ കൊടുത്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഇപ്പോൾ ഇവിടെ സ്റ്റെപ്പ് വെക്കണത്. അത് ഫുൾ സെറ്റപ്പ് ആയിക്കോട്ടെ. പിന്നെയെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഈ ബാത്റൂമിൻ്റെ വീതി എന്ന് പറഞ്ഞാൽ 1 മീറ്ററും 25 സെൻറ്റിയാണ്. ഇതിൻ്റെ നീളം എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ 1 മീറ്ററും 70 സെൻറ്റി കേട്ടോ. ഇപ്പം ഞങ്ങൾക്കിതാ ഈ കാണുന്ന തേപ്പ്, ഈ കാണുന്ന കോൺക്രീറ്റൊക്കെ ഫുള്ളായിട്ട് ചെയ്യാൻ ഇവിടെ 2 ചാക്ക് സിമെൻ്റ് ആയിട്ടുള്ളൂ. കറക്റ്റ് 2 ചാക്ക് സിമെൻറ്റ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് കാര്യങ്ങളിങ്ങനെ പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് കറക്റ്റ് കാര്യങ്ങളൊക്കെ അടുത്ത ബാത്റൂമൊക്കെ പൊളിപ്പിക്കുന്ന ആൾക്കാർക്ക് ഒരുപാട് ഉപകാരപ്പെടും. പിന്നെ ഞങ്ങളിതാ ഫസ്റ്റത്തെ ഒരു ദിവസം വന്നിട്ട് ഈ 2 ആൾക്കാരാണ് ഈ ബാത്റൂമിൻ്റെ ടൈൽസൊക്കെ ഫുൾ പൊളിച്ച് പുറത്ത് കൊണ്ടുപോയിട്ട്, അടുത്ത ദിവസം എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ ആ തേച്ച് അതുപോലെ ആ ചണ്ടിയൊക്കെ കൊണ്ടുപോയിട്ട്, പിന്നെ ഒരാളെ പണിക്കാണ് നമുക്കിതാ ഈ കോൺക്രീറ്റ്. അതായത് ഒരു 5 ആളെ പണിക്കാണ് നമ്മൾ ഈ കാണുന്ന ഒരു സ്ട്രക്ചർ ഇവിടെ റെഡിയാക്കി കൊടുത്തിട്ടുള്ളത്, ഈ കോൺക്രീറ്റൊക്കെ അടക്കം. അപ്പോൾ എല്ലാവർക്കും ഇതുപോലെ പൊളിക്കുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. വീടിൻ്റെ ഉള്ളിലൊക്കെ ഇതുപോലെ ചാക്കിടുക. ഇപ്പോൾ കണ്ടോ ആ സൈഡിലായിട്ട് യൂറോപ്യൻ ക്ലോസറ്റിനുള്ള ഒരു സെറ്റപ്പും, അതുപോലെ ഇവിടെ ഒരു നമ്മൾ വേസ്റ്റ് ട്രാപ്പ് നേരെ ഓപ്പോസിറ്റ് മൂലയിലും, പിന്നെ റൂമിലേക്ക് വെള്ളം കയറാതാക്കാൻ ഞങ്ങൾ ഒരു ബണ്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഏകദേശം ടൈൽസ് ഒട്ടിക്കുക മാത്രമേ ഉള്ളൂ കേട്ടോ.
അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് വീഡിയോകൾ ഇനിയും കാണാൻ കഴിയും. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക അറിയോ, വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളെ ചങ്ങായിമാർക്കൊക്കെ കൊടുക്കി. അപ്പോഴല്ലേ നമ്മളെ പരിപാടിയൊക്കെ വിജയിക്കുള്ളൂ. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.